നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം FM എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഓക്ലൻഡിൽ ന്യൂസിലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി FM റേഡിയോ ആണ് മലയാളം FM. ഈ മലയാളം FM 104.6 ഇവിടെയുള്ള മലയാളികളുടെ വിജയങ്ങള്, സന്തോഷങ്ങള്, നേട്ടങ്ങള്, ഉന്നത പദവിയിലിരിക്കുന്നവരുടെ പ്രവൃത്തി പരിചയങ്ങള്, അറിവുകള് ഇവയൊക്കെ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും അറിയിക്കുവാനുമുള്ളൊരു വേദിയാണ് മലയാളം FM ഒരുക്കുന്നത്. അറിഞ്ഞതും അറിയാത്തതും എന്ന മലയാളം FMന്റെ അഭിമുഖ പരമ്പരയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ പ്രസന്ന പൂവേലിയാണ്. എങ്ങനെയായിരുന്നു ഓഫീസേഴ്സൊക്കെ ഉള്ള സമീപനം? ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടും റൂഡായിരുന്നെന്നൊക്കെ ഞങ്ങൾ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ചില ഓഫീസേഴ്സൊക്കെ വളരെ റൂഡാ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിൽ വെച്ചില്ലായി വിതിൻ ദ പ്രിമിസസ്, കന്റോൺമെന്റ് വിട്ട് എവിടെയും പോവില്ല. അങ്ങനെയൊക്കെ ഗെറ്റ് ടുഗെദറും പാടുന്നവർ പാടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസിങ് ഒക്കെ ഉണ്ട് എല്ലാം. Such a feelings coming in my way, and there is wonder in it, everything I see, not we fix a point. അപ്പോൾ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് പോയിന്റിൽ വി മീറ്റ്, ഗോ ഇൻ ദ മോർണിംഗ്, ഹാവ് ഫുഡ്, ഫൺ, ഗോ ടു ദ ബീച്ച്. അടിപൊളിയാ. എന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരികെ പോരും. ടെമ്പോ ജസ്റ്റ് സൈഡിൽ കൂടെ പോയതാ. അതെങ്ങനെയോ നമ്മുടെ വെഹിക്കിൾ ടച്ച് ചെയ്യപ്പോൾ അത് വെഹിക്കിൾ ഇംബാലൻസ് ആയിപ്പോയി. അപ്പം ഹസ്ബൻഡും സണ്ണും ഒരു സൈഡിലും വീണു, ഞാൻ റോഡിലോട്ടും വീണു. ഞാൻ ഏകദം ആ ഗാഡി ആ ട്രക്കിൻ്റെ അടിയിലായിപ്പോയി എൻ്റെ ബോഡി. അപ്പം അത് വന്ന് നിന്നത് എൻ്റെ ചെസ്റ്റിലായിരുന്നു, ലെഫ്റ്റ് സൈഡ് ചെസ്റ്റിൽ. അത് ഞാൻ വീണത് എൻ്റെ പെൽവിക് ഏരിയ കുത്തിയിട്ടാണ് റോഡിൽ വീണ്. അത് റോഡല്ലേ, മെയിൻ റോഡായിരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം പ്രസന്ന. താങ്ക് യു. വളരെ സന്തോഷം ഇവിടെ എത്തിയതിൽ. ഏത് വർഷമാണ് പ്രസന്ന സർവീസിലേക്ക് കടക്കുന്നത്? ഇറ്റ് വാസ് ഇൻ 1977. ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു മിലിറ്ററി നേഴ്സിങ്ങും ഇതൊക്കെ അത്രയധികം പോപ്പുലർ ആയിരുന്നു? പോപ്പുലർ അല്ലായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛന് വെരി പെർട്ടിക്കുലറായിരുന്നു. ഞങ്ങൾ ഗേൾസ് ഇങ്ങനെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുതെന്നുള്ളൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പല ഇങ്ങനെ ചാൻസും ഇങ്ങനെ നോക്കി നടക്കും. അപ്പോൾ അച്ഛൻ്റെ ഒരു കസിൻ തന്നെ ഉണ്ടായിരുന്നു ഈ സർവീസിൽ. അപ്പോൾ ശരിക്കും ബേസിക്കലി ഞാൻ മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതിൻ്റെ എൻട്രൻസ് ടെസ്റ്റിനൊക്കെ. അന്ന് എന്തോ ഫാമിലി സം പ്രോബ്ലം, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ഐ കുഡ് നോട്ട് റൈറ്റ് ദ എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്ന ആ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു? ഇല്ല, അന്ന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയമായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി കോഴ്സിന് പോകാൻ വേണ്ടിയുള്ള, അതിന് വേണോ എൻട്രൻസ്, ഇതിന് കിട്ടിയാൽ ഇതിന് പോകാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഐ ജോയിൻ ഫോർ BSc കെമിസ്ട്രി ഇൻ വിമൻസ് കോളേജ് ട്രിവാൻഡ്രം. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെയാണ് പിന്നെ ഇതിൻ്റെ, അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ നമുക്ക് ഇതിന് ട്രൈ ചെയ്യാം, മിലിറ്ററി നഴ്സിംഗ്, ദാറ്റ് ഈസ് ഓൾസോ ഈക്വലി ഗുഡ്. അപ്പോൾ അതൊരു റെസ്പെക്റ്റഡ് ജോബാണ്, അതുകൊണ്ട് ഡോണ്ട് വറി. അപ്പോൾ അച്ഛൻ തന്നെ ഫോമും ഒക്കെ ഫില്ല് ചെയ്ത് എല്ലാം ചെയ്ത് വിട്ടതും ഇൻ്റർവ്യൂവിന് റിട്ടേൺ ടെസ്റ്റിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇന്ന ദിവസം എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്കതിന് പോകാം. അന്ന് ഇന്നത്തെ കാലത്തെ പോലെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ ഉള്ള സമയമായിരുന്നു, അതോ നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുമായിരുന്നോ? നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യായിരുന്നു. അന്ന് നമ്മൾ ഇപ്പോൾ കോച്ചിങ് ക്ലാസ്സസൊക്കെ പലതുണ്ടല്ലോ. ഇപ്പം അന്നൊക്കെ ഞങ്ങൾ തന്നെത്താനെ പഠിക്കുക. പിന്നെ ഞാൻ ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് വലിയ ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നു. മെഡിക്കൽ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. പിന്നെ എനിക്ക് കുറേ ബുക്സൊക്കെ മേടിച്ചുകൊണ്ട് തരുമായിരുന്നു അച്ഛൻ വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ. എങ്ങനെയായിരുന്നു സീറ്റ്സിൻ്റെ കപ്പാസിറ്റി അന്ന്? ആക്ച്വലി അന്ന് ആർmed ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ ഒരൊറ്റ കോളേജേ ഉണ്ടായിരുന്നുള്ളൂ ഈ BSc നഴ്സിംഗ് നടത്തുന്നത്. അപ്പോൾ അവരുടെ ഇൻടേക്ക് എവറി ഇയർ വാസ് ഓൺലി 20 സ്റ്റുഡൻസ്. ഓൾ ഇന്ത്യയിൽ നിന്ന് വെറും 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത് 100,000 മേളിലൊക്കെ ഉണ്ടാവും അന്ന്. ആക്ച്വലി ഞങ്ങൾ പിന്നെ ഇത് അറിയുന്നത്, ബിക്കോസ് നമ്മൾ കൊച്ചി പോയി എൻട്രൻസ് എഴുതുക, ആ പേപ്പർ അങ്ങ് സബ്മിറ്റ് ചെയ്താൽ അത് 1 month എടുക്കും അതിൻ്റെ റിസൾട്ട്, ഒരു 21 days. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ദേ വിൽ കോൾ യു ഫോർ ആൻ ഇൻ്റർവ്യൂ.
പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് then there's a severe medical checkup from head to toe. ഹെഡ് തൊട്ട് ടോ വരെ ഓരോ ഓർഗൻസ് അവർ, ബിക്കോസ് നമ്മൾ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ പോവാണ്. ദേ കൻ നോട്ട് ടേക്ക് ആൻഡ് വേസ്റ്റ് മണി ഓൺ അല്ലേ ഒരു യുദ്ധമുഖത്തിലോട്ടാണ് നിങ്ങളെ നമ്മൾ prepare പോകുന്നത്. ചെയ്യുന്നത്. അപ്പോൾ അവർ ഡീറ്റെയിൽഡ് മെഡിക്കൽ ചെക്കപ്പ് അവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് മൂന്നിൻ്റെ ബേസിസിൽ അവർ മാർക്ക് കമ്പൈൽ ചെയ്തിട്ടാണ് ദേ ടേക്ക് സ്റ്റുഡൻസ് ഇൻ ടു ദി ഫോർ ദ കോഴ്സ്. അപ്പൊ ഈ 100,000-ഓളം വരുന്ന ആൾക്കാരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട 20 പേരിൽ ഒരാളാകാനുള്ള ഭാഗ്യം ലഭിച്ചു. അത് ഞങ്ങൾ അറിഞ്ഞ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സൈക്കോളജി, ലാംഗ്വേജസും എല്ലാം ഞങ്ങൾക്ക് എക്സ്പോസർ ഉണ്ട്. അപ്പം ഞങ്ങളൊരു സൈക്കോളജി സാർ വരും. അപ്പം എപ്പോഴും ഞങ്ങളെ ഇങ്ങനെ ടീസ് ചെയ്തും ഫണ്ണാക്കി പറയും, യു ആർ ദ ക്രീം ഓഫ് ഇന്ത്യ. യുനോ, നിങ്ങൾ 100,000 കുട്ടികളിൽ നിന്ന് നിങ്ങൾ വെറും 20 സ്റ്റുഡൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് വൺ തിങ് യു മസ്റ്റ് ബി വെരി കെയർഫുൾ, നെവർ വാക്ക് ബിഫോർ എൻ ഓഫീസർ ആൻഡ് ബിഹൈൻഡ് എ ഡോങ്കി. ഒരു കഴുതയുടെ പിന്നാലെ ഒരു ഓഫീസറിൻ്റെ മുന്നേ നടക്കരുതെന്ന്. അങ്ങനെ നല്ലൊരു സൈക്കോളജി സാറ്, ആ സാറ് പറഞ്ഞാണ് ഞങ്ങൾ അറിയണം ഇങ്ങനെ 100,000 നിന്നാണ് ഞങ്ങൾ വന്ന ഇത്രയും കുട്ടികൾ. നമ്മൾ ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കിയെന്ന് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായത് അപ്പോഴാണ്. ആ ഒരു നോട്ടിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മിലിറ്ററി നേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. അപ്പോൾ LED വിത്ത് എ ലാമ്പ്, അപ്പം ആ സ്റ്റോറി നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സ്റ്റോറി നിങ്ങളുടെ ബിഗിനിങ്ങിലും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിട്ട് തരാറുണ്ടായിരുന്നോ നിങ്ങളുടെ കോച്ചിങ് സമയത്ത്? തീർച്ചയായിട്ടും. ഇങ്ങനെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഞങ്ങളുടെ ഇത് ഓർഗനൈസേഷൻ ഇതിനൊരു അവാർഡും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ദ ബെസ്റ്റ് വർക്കിംഗ് നഴ്സിംഗ് ഓഫീസർ ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്. ദേ ഹാവ് പുട്ട് ആൻ അവാർഡ് ഓൾസോ ഫോർ ദാറ്റ്. അപ്പം they give, but actually it's a civil award. But then army നമ്മളെ ആർമി നഴ്സിംഗ് ഓഫീസേഴ്സിനെ കൺസിഡർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത്. അവർ ഒരു ഇനിഷ്യൽ, അപ്പോൾ എപ്പോഴും റെഫറൻസ് അവർ പറയുന്നത് ഇങ്ങനെയാണ്, സി ഹൗ ഷീ, അവരെത്ര കഷ്ടപ്പെട്ടു, നോ നൈറ്റ് ഒരു ഡേ ഒന്നും ഇല്ലാതെ കണ്ടിട്ട് അവരെത്ര ഹാർഡ് വർക്ക് ചെയ്തു. സോ നമ്മളുടെ മോട്ടോ ഓൾസോ ഷുഡ് ബി ഹാർഡ് വർക്ക് ആൻഡ് സർവീസ് വിത്ത് എ സ്മൈൽ. അതെ, അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം മിലിറ്ററി നേഴ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പേഷ്യൻസിനെ മാത്രമല്ല നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, ഒരു രാഷ്ട്രത്തെ മുഴുവനായിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. തീർച്ചയായും. ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ തുടക്കത്തിൽ എങ്ങനെയാണ് നിങ്ങളിലേക്ക്, ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രെയിനിങ് സമയത്ത് ലഭിക്കുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്കിങ്ങനെ ഓരോ ക്ലാസ് ഇങ്ങനെ ഇനിഷ്യലി നമുക്ക് കുറച്ച് സമയമൊക്കെ വെറുതെ നമ്മൾ ഇൻറ്ററാക്ഷൻ ചെയ്യുക ഇൻസ്ട്രക്ടേഴ്സും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരിങ്ങനെ പറയും, യു ആർ ഇൻ എ വെരി ഗ്രേറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പം വളരെ കെയർഫുള്ളായിട്ട് യു മസ്റ്റ് ഗോ അബൌട്ട്, ബട്ട് ബി വെരി ചാലഞ്ചിങ്, ടേക്ക് ഇറ്റ് വെരി ഈസി, ആൻഡ് ദെൻ യു ആർ പ്ലേയിങ് വിത്ത് ഹ്യൂമൻ ലൈഫ്. നമ്മൾ ഒരു ഹ്യൂമൻ ലൈഫുമായിട്ട് കളിക്കുന്നതാണ്. ബി വെരി കെയർഫുൾ. അതുകൊണ്ട് എന്തെങ്കിലും യു ഡു എ മിസ്റ്റേക്ക്, യു ഓൺ അപ്പ് യുവർ മിസ്റ്റേക്ക്, ടെൽ ദാറ്റ് ഇങ്ങനെ ഞങ്ങളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ അത് കാരണം യു ഷുഡ് ബി റെഡി ഫോർ ദ ചാലഞ്ച്. സോ ബി വെരി ബോൾഡ് ആൻഡ് ബ്രേവ് ആൻഡ് ബി വെരി എംപത്തറ്റിക് ആൻഡ് നോട്ട് സിമ്പത്തറ്റിക് വിത്ത് ദ പേഷ്യൻസ്. എന്നുവെച്ചാൽ അവരുമായിട്ട് സിമ്പത്തൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ബിക്കോസ് ഓൾറെഡി അവർ അങ്ങനെ ഒരു പൊസിഷനിലാണ് നമ്മളത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് യു സിമ്പത്തൈസ് ദേ വിൽ സ്റ്റിൽ, അവർ പിന്നെ അവർ ബാഡാവും. അപ്പോൾ യു എംപത്തൈസ്, യു ബി വിത്ത് ദം, യു ആർ വൺ ഓഫ് ദം എന്നുള്ള ഫീലിങ്ങിൽ. അപ്പോൾ ദാറ്റ് ബേസിക്കലി ഞങ്ങൾക്ക് തരുന്ന ട്രെയിനിങ് ആണ്. പിന്നെ വെരി ഹാർഡ് ട്രെയിനിങ് ആണ് ഞങ്ങൾക്കുള്ളത്. രാവിലെ PT പോകണം, അത് കഴിഞ്ഞ് 15 മിനിറ്റ്സ് ഞങ്ങൾക്ക് തരും, വേഗം വന്ന് കുളിക്കുകയോ ഡ്രസ്സ് ചേഞ്ചോ എന്തെങ്കിലും ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, ഒരു ടൈമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ, ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് തന്നെയായിരിക്കും ഈ മിലിറ്ററി ചിട്ട എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി. അത് കഴിഞ്ഞിട്ട് ഓടണം ഞങ്ങൾ ക്ലാസ് റൂമിലേക്ക്. അത് ക്ലാസ് റൂം കഴിഞ്ഞ് പിന്നെ വരും, പിന്നെ ഉച്ചയ്ക്ക് ഇച്ചിരി ഒരു ലഞ്ച് ടൈം ഉണ്ട് കുറച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചിലപ്പം എഗെയിൻ ക്ലാസ് റൂം, സീനിയേഴ്സ് ആകുമ്പോൾ then they'll send you for ward experience. എത്ര വർഷത്തെ കോഴ്സായിരുന്നു അത്? 4 years കോഴ്സ്. അത് കഴിഞ്ഞ് ഏത് റാങ്കിലേക്കാണ് നിങ്ങളെ കമ്മീഷൻ ചെയ്യുന്നത്? ലെഫ്റ്റനന്റ് ആയിട്ട് കമ്മീഷൻ ചെയ്യും. ഒരു സിവിലിയൻ നേഴ്സും മിലിറ്ററി നേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോ? എന്തൊക്കെ വ്യത്യാസങ്ങളാണ്?
ഒത്തിരി വ്യത്യാസം. ഞങ്ങൾക്ക് ഒത്തിരി ഫ്രീഡം ഉണ്ട്. ലൈക്ക് യു ക്യാൻ എക്സ്പ്രസ് എനിത്തിങ് യു വോണ്ട്. അതുമല്ല സിവിൽ നഴ്സിംഗ് ഐ തിങ്ക് അവർക്ക് ഒത്തിരി ഡ്യൂട്ടിയിൽ ഒത്തിരി റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ന ജോബൊന്നും അവർ ചെയ്യാൻ പാടില്ല, ഇന്ന ഇതേ അവർ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ അവർക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്കതൊന്നുമില്ല. ഞങ്ങൾ 4 years കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 3 months ഒരു വാർഡിൽ ഒരു ട്രെയിനിങ് പോലെ ഇതുണ്ട്, ഓറിയന്റേഷൻ പോലെ. ആ ട്രെയിനിങ് ടൈമിൽ തന്നെ ഞങ്ങൾക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ യു ഡു ഓൾ ദ ജോബ് വേറെവർ യു ആർ. അപ്പോൾ എനിക്ക് തോന്നുകയായിരുന്നു പ്രസന്ന ഈ ജോലിയിലേക്ക് വരുന്നത് വളരെ ചെറുപ്പത്തിലാണ്. എനിക്ക് തോന്നുന്നത് 20 വയസ്സ് ഉണ്ടാകുന്ന അന്നത്തെ കാലത്ത് 75-77 കാലഘട്ടത്തിലെ ഒരു സാധാരണ മലയാളി കുട്ടിക്ക് ഒരു പകച്ചു പോകാവുന്ന ഒരു സാഹചര്യത്തിലോട്ടല്ലേ ആദ്യം തന്നെ എത്തിച്ചേർന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രസന്നയ്ക്ക് എന്ത് തോന്നുന്നു ആ ഒരു സാഹചര്യത്തെ ഇപ്പം ഓർക്കുമ്പോൾ? ഞങ്ങൾക്കും എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ പിള്ളേരെ നമ്മളിങ്ങനെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പം നമുക്ക് ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കാൻ പോലും നമുക്ക് ടൈമില്ല, നേരവും ഇല്ല. അപ്പോൾ PT കഴിഞ്ഞ് വരും, അത് കഴിഞ്ഞ് നമ്മളെ ക്ലാസ് കഴിഞ്ഞ് വരും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗെയിംസിന് പോകണം. പിന്നെ സ്റ്റഡി ടൈം തന്നിട്ടുണ്ട് നമുക്ക്, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നറ്, പിന്നെ കുറച്ച് ടൈം TV റൂമിൽ വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെ അത് സാറ്റർഡേ സൺഡേ ഒക്കെ മാത്രം. അല്ലാണ്ട് നമുക്ക് അങ്ങനെ വേറെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടും നമുക്ക് നമ്മളെ ഹോസ്റ്റലിൻ്റെ വെളിയിൽ നമുക്ക് പോകാനും പറ്റില്ല എവിടെയും. അപ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് മകൾ പഠിക്കാൻ പോയിരിക്കുന്നത്? ഇല്ല, അച്ഛൻ ഒരു ബ്രോഡ് ഔട്ട്ലുക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. കുഴപ്പമില്ല. പിന്നെ നമ്മൾ വളരുന്ന അവിടെ ജീവിക്കുന്ന കണ്ടീഷൻസൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് അറിയാം. പക്ഷേ സാധാരണ ഒരാൾ എപ്പോഴും ചിന്തിക്കുന്ന മിലിറ്ററി നേഴ്സ് എന്ന് വെച്ചാൽ ഷീ ഈസ് വെരി ഫ്രീ അല്ലേ. മിലിറ്ററി എന്ന് വെച്ചാൽ അസോസിയേറ്റഡ് വിത്ത് പാർട്ടി, എൻജോയിങ്, അങ്ങനെയൊക്കെ അല്ലേ ഒരു. അതെ. അല്ല, പക്ഷെ അവർ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ രീതി പോവും. നമ്മളെ വലിയ ടീച്ചർ ഒരു സ്റ്റിക്ക് എടുത്ത് നിൽക്കുന്ന പോലെയാണ് അവർ ചീത്ത പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു. എങ്ങനെയായിരുന്നു ഓഫീസേഴ്സൊക്കെ ഉള്ള സമീപനം? ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടും റൂഡായിരുന്നെന്നൊക്കെ ഞങ്ങൾ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ചില ഓഫീസേഴ്സൊക്കെ വളരെ റൂഡാണ്. ഒരു കൺസിഡറേഷനും ഒന്നിനും കാണിക്കുകയല്ല അവർ. അത് വളരെ റൂഡായിട്ടും അവർ സ്പീക്ക് ചെയ്യും. ആ മൊമെൻറ്റിൽ യു ഫീൽ ബാഡ്. പക്ഷേ എന്നാലും നമ്മൾ പിന്നെ വിചാരിക്കും മേ ബി നമ്മളെ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി ആയിരിക്കും എന്നൊക്കെ. അതുപോലെ ഒരു CEO ഉണ്ടായിരുന്നു. ഞങ്ങൾ 5th ഫ്ലോറിലൊക്കെ, അത് 7th 8th ഫ്ലോർ വരെയുള്ള ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് രാവിലെ നമ്മൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓടി വരിക. ഇപ്പം ഹോസ്റ്റലാകുമ്പോൾ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ ഒരു 2 വർഷമൊക്കെ നിന്നോളൂ. വന്നപ്പോഴത്തേക്കും ഈ ലിഫ്റ്റിലൊന്നും ഞങ്ങൾ ആ കമാൻഡിങ് ഓഫീസർ പോകാൻ സമയത്ത് ലിഫ്റ്റ് മാനോട് പറഞ്ഞിട്ട് എല്ലാ ലിഫ്റ്റും പൂട്ടിയിട്ടേക്കാൻ പറയും. ഒരു ലിഫ്റ്റ് മാത്രം കാണും വർക്ക് ചെയ്യുന്ന ഈ പേഷ്യൻസിനെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ തീരെ നമ്മൾ ലെയ്റ്റ് ആകുമ്പോൾ ഞങ്ങൾ അങ്ങേരെ പോയി ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, ഒന്ന് ഞങ്ങളെയും കൂടെ ഒന്ന് കയറ്റി ഒന്ന് 5th ഫ്ലോറിൽ കൊണ്ട് വിടുവോ, അല്ലെങ്കിൽ ഈ സ്റ്റെയർ കേസ് ക്ലൈംബ് ചെയ്തെന്ന് വെച്ചാൽ. ആക്ച്വലി അന്ന് നമ്മൾ ആ ടെൻഷൻ കാണാൻ നമുക്ക്. പക്ഷെ പിന്നെ നമ്മൾ ആക്ച്വലി അസസ് ചെയ്ത് നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഹീസ് ടെല്ലിങ് യു ക്ലൈം ദ സ്റ്റെയർകേസ് ആൻഡ് ഗോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ട് ടൈംസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് ആലോചിക്കുമ്പോൾ വിചാരിച്ചു ശരിയാ, അവർ നമ്മളെ ഫിറ്റ് ആൻഡ് ഫൈൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മളെ ഇതാക്കുന്നത്. അത് വി ടുക്ക് ഇറ്റ് ഇൻ എ റൈറ്റ് സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ പാർട്ടിങ്ങും ഇതെല്ലാം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സൈഡ്? എല്ലാ സാറ്റർഡേസും മിക്കവാറും എല്ലാ സാറ്റർഡേസും ഒരു സോഷ്യൽ മീറ്റിംഗ്, ഗെറ്റ് ടുഗെദർ ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഓഫീസേഴ്സും, ഒന്നുമില്ലെങ്കിൽ ഓഫീസേഴ്സ് മെസ്സിലായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ മെസ്സിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിൽ വെച്ചിലായിരിക്കും. വിത്തിൻ ദ പ്രിമിസസ്, കന്റോൺമെന്റ് വിട്ട് എവിടെയും പോവില്ല.
അങ്ങനെയൊക്കെ ഗെറ്റ് ടുഗെദറും പാടുന്നവർ പാടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസിങ് ഒക്കെ ഉണ്ട് എല്ലാം. പിന്നെ ഗെറ്റ് ടുഗെദർ, പിന്നെ ചിൽഡ്രനെ കൊണ്ടുവരാം. ചിലവർക്ക് ചിൽഡ്രനെ വീട്ടിലിട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ ഈവനിങ് ടൈം. അപ്പം കുട്ടികളെയും കൊണ്ടുവരാം. നമുക്ക് കുട്ടികൾക്ക് സെപ്പറേറ്റ് സെഷൻ ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്കവാറും എല്ലാ സാറ്റർഡേയും നമുക്ക് കാണും. പിന്നെ ഏതെങ്കിലും ഡിഗ്നിറ്ററീസ് വരും, ഇങ്ങനെ ഇൻസ്പെക്ഷനൊക്കെ വരുമല്ലോ ചില, അവർക്ക് വേണ്ടിയുള്ള ഒരു ഗെറ്റ് ടുഗെദർ കാണും. ഇപ്പോൾ വീക്ക് ഡേയ്സ് ആണെങ്കിൽ നമുക്ക് പോവാണ്ടിരിക്കാൻ നമുക്ക് ഒരു എക്സ്ക്യൂസും അന്ന് കമ്പൽസറി എല്ലാം. അപ്പോൾ കേട്ടിട്ട് തോന്നുവാണ് വളരെ ഒരു ഫൺ അറ്റ്മോസ്ഫിയർ ആണ്, ഒരു റൊമാൻറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ട ഓർമ്മ വെച്ച് ചോദിക്കുകയാണ്. ഇപ്പം നായർ സാബ് കണ്ടിട്ടുണ്ട്, സൈന്യം കണ്ടിട്ടുണ്ട്. ഈ മൂവീസിലൊക്കെ ഇങ്ങനെയാണ്, ഈ സമയത്തൊക്കെയാണ് ഒരു റൊമാൻസിനുള്ളൊരു സ്കോപ്പ് ഉള്ളത്. പ്രസന്നയാണെങ്കിൽ ചെറുപ്പം, എന്തെങ്കിലും അങ്ങനെയുള്ള കഥകളുണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, കഥ ഒരു ഇൻഫാറ്റുവേഷൻ പോലെ, മേ ബി യു ഗെറ്റ് അട്രാക്റ്റഡ് ഓർ ലൈക്കിംഗ് ടു എ പേഴ്സൺ. പക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനോ അതിനുള്ള ധൈര്യമൊന്നും നമുക്ക് ബേസിക്കലി അപ്പോൾ അന്നേരം വരില്ല. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷെ മറ്റ് അങ്ങനെയുള്ള കഥകൾ എന്തെങ്കിലും ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നോ ഈ സോൾജിയേഴ്സും? എന്നെ കൺസേൺ ഇല്ല. പക്ഷെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പാരപ്ലീജിക് പേഷ്യൻറ്റിനെ വേറെ ഞങ്ങളുടെ ഒരു കുട്ടി ഷിഗ അങ്ങനെ ഒരു അട്രാക്ഷനായിട്ട്, പിന്നെ കല്യാണം. പക്ഷേ ഒത്തിരി വലിയ ഫാമിലിന്നായിരുന്നു. ഷീ വാസ് ബേസിക്കലി മലയാളി. അവസാനം കല്യാണം കഴിച്ചു. ഇപ്പം അവർക്ക് 2 കുട്ടികളും ഉണ്ട്, വലിയ മക്കളുമായി. അപ്പോൾ അതൊക്കെ കാണുമ്പം ആ സോൾജിയർ മലയാളി അല്ലായിരുന്നു? അല്ല, അത് ആക്ച്വലി ആ പുള്ളി എവിടെ ഒരു സോൾജർ മലയാളി അല്ല, ചണ്ഡീഗഡിൽ നിന്ന് ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പോൾ വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു അങ്ങേര്. ലൈക്ക് ഐ ഡോണ്ട് നോ വെദർ ആർമിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് എടുത്തിട്ട് ബിസിനസ് ചെയ്താണോ അതോ ഫാമിലി റൺ ബിസിനസ് ചെയ്തതാണോ എന്ന് അറിയില്ല. അങ്ങനെ കുറേ സ്റ്റോറികളുണ്ട്. അത് കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയായിരുന്നു ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോസ്റ്റിംഗ് ആയോ? പിന്നെ എപ്പോഴായിരുന്നു വിവാഹമൊക്കെ? ഞാൻ 84 ഞാൻ പൂനെയിൽ നിന്ന് കർക്കിയിൽ നിന്ന് ഞാൻ ഡൽഹി പോസ്റ്റിംഗ് പോയി. ഡൽഹി പോസ്റ്റിംഗ് പോയപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ പേപ്പറിലിട്ടിട്ടാണോ ഐ തിങ്ക് സോ, അങ്ങനെ പേപ്പറിൽ ഐ വാസ് ഓൾമോസ്റ്റ് അബൌട്ട് 28 ഒക്കെ കഴിഞ്ഞിരുന്നു അന്നേരം. അത് സമയത്ത് പിന്നെ അങ്ങനെ ഇവരുടെ പ്രപ്പോസൽ വന്നു. അപ്പോൾ പുള്ളിയുടെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ അവരങ്ങനെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും, പുള്ളിയും ഡൽഹിയിലായിരുന്നു, ഞാനും ഡൽഹിയിലുണ്ടായിരുന്നു. പുള്ളി ഏത് ഫീൽഡിൽ ആയിരുന്നു വർക്ക്? പുള്ളി ഒരു വോളണ്ടറി ഹെൽത്ത് ഓർഗനൈസേഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ലൈക്ക് യുണിസെഫ് പോലത്തെ ഒരു പ്ലാൻ ഇന്റർനാഷണൽ എന്നാണ് അവരുടെ ഓർഗനൈസേഷൻ്റെ പേര്. നിങ്ങൾ അങ്ങനെ ഡൽഹിയിൽ സെറ്റിലാകുന്നു. പിന്നെ വേറെ സ്ഥലത്തോട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ പോകാൻ പറ്റുന്നത്? എങ്ങനെയാണ് പിന്നെ ഫാമിലിയെ മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയോ? എങ്ങനെയാണ് അതിനെ മിലിറ്ററി സർവീസ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ സപ്പോർട്ട് ചെയ്യുന്നത്? 85 കല്യാണം കഴിഞ്ഞെങ്കിൽ 86 എനിക്ക് മോനുണ്ടായി. അപ്പം 88 ആയപ്പോൾ എനിക്കൊരു പോസ്റ്റിംഗ് വന്നു. അത് മാഡം ഞങ്ങളെ കൂടെ, ഞാനന്ന് സ്കൂളിലായിരുന്നു, അപ്പോൾ ഇൻസ്ട്രക്ടറായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ മാഡം ഒരു മലയാളിയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കൊച്ചിനിലൊരു വേക്കൻസി വരുന്നുണ്ട്, പോണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്നൊരു ഇതായി സെറ്റ് ബാക്ക് പോലെയായി എനിക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മാഡം വേണ്ടാന്ന്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ, അയ്യോ എന്നെ മാഡം ഇങ്ങനെ ചോദിച്ചല്ലോ. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, അത് നല്ലൊരു ചാൻസ് അല്ലായിരുന്നു നിനക്ക്, ഒന്നുമില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന്, അന്ന് കുഞ്ഞ് 2 വയസ്സായിരുന്നു 88 എനിക്ക് പോസ്റ്റിംഗ് കിട്ടുമ്പം ഉണ്ടാവാമല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു വീക്കെൻഡിൽ മാഡത്തിനെ പോയി കണ്ടു. ആ പാവം മാഡം പിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ കൊച്ചിയിൽ തന്നെ അയച്ചു. അപ്പോൾ പൂനെന്ന് ഡൽഹി വന്നു, ഡൽഹിന്ന് കൊച്ചി പോയി. കൊച്ചിയിൽ നേവൽ ഹോസ്പിറ്റൽ സഞ്ജീവനിയിൽ വന്നു ഞാൻ. അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു? അവിടെ 2 വർഷം ഉണ്ടായിരുന്നു. അവിടെ അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? ഞാൻ സ്കൂൾ സൈഡിലായിരുന്നു. അപ്പം എന്നാ പറ്റുന്ന, ഹോസ്പിറ്റൽ സൈഡിൽ സ്റ്റാഫിൻ്റെ കുറവ് വരുമ്പോഴത്തേക്കും അവർ നമ്മളെ അങ്ങോട്ട് ചിലപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും.
പിന്നെ നമുക്ക് എവിടെ പോയാലും ക്വാർട്ടേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ രാത്രി ഡ്യൂട്ടി ആണെങ്കിലും നമുക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. അല്ല ഇപ്പം നമ്മൾ അവിടെ MI റൂം കാഷ്വാലിറ്റി ചോദിച്ചാൽ നമുക്ക് ആംബുലൻസ് നമ്മളെ വെഹിക്കിൾ തന്നാലും നമ്മളവിടെ കൊണ്ട് വിടും നമ്മളെ വീട്ടിൽ. അങ്ങനെയില്ല. അപ്പം പിന്നെ നമ്മളെ കമ്പാനിയൻസിൻ്റെ കൂടെ നമുക്ക് പോവാം. ഒരു ഇതിനകത്ത് 4 ഹൗസസ് കാണും. അപ്പം ആരുടെയെങ്കിലും കൂടെ പോവാം. ചിലപ്പോൾ എല്ലാവരും നമ്മൾ MNS ആയിരിക്കണം എന്നില്ല. നഴ്സിംഗ് സർവീസ് അതർ ഓഫീസേഴ്സും അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താലും അവരും നമ്മളെ കൊണ്ടുപോകും. എല്ലാവരും ഒരേ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. 4 പേര് 4 പേര് ഓരോ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ പോവുക കുഞ്ഞിനെയും കൊണ്ട്. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യും? അന്ന് 2 ദിവസം തന്നെ എൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്ററെ കൊണ്ടുവച്ച് അവിടുത്തെ കോളേജിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം ഒന്നുമില്ലെങ്കിൽ കുറച്ച് സമയം ആരെങ്കിലും ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ. പിന്നെ ഒരു സെർവൻ്റ് എപ്പോഴും കിട്ടും നമുക്ക് കേട്ടോ, സെർവൻ്റ് ക്വാർട്ടർ. അപ്പം അങ്ങനെയൊക്കെ അവൻ വളർന്നു. വളരെ ഹാർഡായിട്ടാണ് കുഞ്ഞും വളർന്നത്. ഈ ക്വാർട്ടേഴ്സ് കിട്ടും. ഇപ്പം നമ്മളൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫറായി പോകുമ്പോൾ, ഔദ്യോഗികപരമായി ട്രാൻസ്ഫറായി പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് നമുക്കൊരു വീട് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് മിലിറ്ററി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റെന്തെല്ലാം സപ്പോർട്ടുകളാണ് ഈ ഒരു മിലിറ്ററി സർവീസിൽ നമ്മൾ സെർവ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ്? ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് സർവീസ് തരുന്നുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ കൻ്റോൺമെൻറ്റ് വിട്ടു പോകേണ്ട ആവശ്യമില്ല. ഓരോ ലൊക്കേഷനിൽ CSD ഡിപ്പോസ് ഉണ്ട്, ക്യാൻറ്റീൻ സർവീസസ് ഡിപ്പോ. അവിടെ പോയി നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സ് തൊട്ട് നമ്മളെ വീട്ടിലെ ആർട്ടിക്കിൾസ് തൊട്ട് നമ്മളുടെ ഡെയിലി യൂസ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും അവിടെ. അതുകൊണ്ട് നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതുമല്ല, നമുക്ക് ആർമി ഗിവ്സ് യു ഫ്രീ റേഷൻ ഓരോ ആഴ്ച തോറും. അതായത് നമുക്ക് ഒരാളുടെ റേഷൻ കൊണ്ട് നമുക്ക് 2 പേർക്ക് 3 ജീവിച്ചു സുഖമായിട്ട് ജീവിക്കാം. അപ്പം അത് തന്നെ ധാരാളം മതി നമുക്ക്. അപ്പം നമുക്കിപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് വേറെ സ്പെഷ്യലായിട്ട് വല്ലതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജിറ്റേറിയൻ കിട്ടും, അല്ല വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ കിട്ടും. പാല്, മുട്ട, പച്ചക്കറി ഇഷ്ടം പോലെ. അപ്പം നമുക്ക് ഒന്നിനും വെളിയിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഒന്നും ഒരു സിവിൽ സൈഡിൽ ഒരിക്കലും കിട്ടുകയില്ല. ഇതെല്ലാം നമ്മളുടെ നല്ലൊരു ബെനിഫിറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. ഏതെങ്കിലും യുദ്ധത്തിൻ്റെ പാർട്ടായിട്ട് സെർവ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? ഇല്ല, യുദ്ധത്തിൻ്റെ പാർട്ടായിട്ട് കാർഗിൽ വാർ ടൈമിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് they'll come to the പെരിഫറി ഹോസ്പിറ്റൽസ്. അതായത് ഈ എയർ ഇവാക്വേഷൻ ചെയ്തല്ലേ അവർ വരുന്നത്. അപ്പോൾ ആദ്യം ഡിസ്റ്റൻസിൽ അവർ ട്രാവൽ ചെയ്യൂലല്ലോ. അപ്പോൾ നിയറസ്റ്റ് ഹോസ്പിറ്റൽ എപ്പോഴും ഡൽഹി, അതും ഓൾ സ്പെഷ്യാലിറ്റീസ് അവൈലബിൾ ഉള്ള ഹോസ്പിറ്റലും കൂടി ആയിരിക്കണം. അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുണ്ടെങ്കിൽ അവർ പ്രത്യേകം 2-3 വാർഡ്സ് എമർജൻസി ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്ത് നമ്മൾ അവിടെ കെയറിങ് ഡ്യൂട്ടിയിൽ നമ്മൾ ചെയ്യണം. അവിടെ സെർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റൽസിലൊക്കെ സെർവ് ചെയ്ത്. അപ്പോഴൊക്കെ നല്ലൊരു മനക്കരുത്തായിരിക്കും അല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓരോന്നും കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. വൈകുന്നേരം വീട്ടിലൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഓരോന്നും കണ്ടിട്ട് പിന്നെ നമ്മൾ എങ്ങനെ പോവുക, അവർക്കും ധൈര്യം കൊടുക്കണം, നമ്മളും ധൈര്യം എടുക്കുക, പിന്നെ അവരുടെ ഫാമിലിയും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അപ്പോൾ അത് കാരണം അങ്ങനെ സ്ട്രോങ് കരുത്തലോടുകൂടി ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോവുക. ഇവർ ഒരു 6 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളെ ഈ മെഷീൻ ഗൺസും അതിനുള്ള ട്രെയിനിങ്ങിന് വിടും ലക്നൗവിൽ. ഗൺസ് ഇപ്പം എമർജൻസി വരുമ്പോൾ എല്ലാവരും പോകണമല്ലോ. അപ്പം നമ്മളും അറിഞ്ഞിരിക്കണം, എക്യുപ്ഡാക്കി നമ്മളെയും വെക്കണം. അപ്പം നമുക്ക് ഗൺ ട്രെയിനിങ് അവർ തരും. അപ്പം അതിന് വേണ്ടി ഒരു 3 ആഴ്ച പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്മളുടെ കീപ്പ് എബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ നോളജും എഫ്രഷൻ അപ്ഡേറ്റ് അതിനും കോഴ്സസിനൊക്കെ വിടും. അപ്പം അത് ഞാൻ കഴിയുന്നതും എപ്പോഴും പോവാറില്ല, എസ്കേപ്പ് ചെയ്യും. പക്ഷേ എന്നാലും കുഞ്ഞിനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. അത് കാരണം എനിക്ക് എൻ്റെ പ്രൊമോഷനും അതിലൊക്കെ ഒത്തിരി സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ അത്ര ഇതായില്ല. എന്താണെന്ന് വെച്ചാൽ ആരും കെയർ ചെയ്യാൻ ആരും നമുക്കില്ലല്ലോ. സെർവൻസിനെ മാത്രം വിട്ടിട്ട് നമുക്ക് ദൂരെയൊക്കെ കുറച്ച് ദിവസം പോയി. പിന്നെ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കും, കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കൂ. അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോയി. ചില ദിവസമൊക്കെ മോനെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അടുത്ത നെയ്ബർ നമ്മളായിരിക്കും കുട്ടികൾ, അവൻ്റെ സ്കൂളിൽ പോകുന്ന പോക്കറ്റിൽ താക്കോൽ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്ത്
നെയ്ബേഴ്സ് ഒന്നും മലയാളികളും ആയിരിക്കില്ല. ആയിരിക്കില്ല. ആ. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് പിന്നെ കൊച്ചിന്ന് ഡൽഹി ഡൽഹിയിലേക്ക് വന്നു. ആ ഞാൻ തിരികെ ഡൽഹി വന്നു. അവിടെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നോ തിരിച്ച് പോസ്റ്റിംഗ് വന്നപ്പോൾ? അന്നേരം വെരി ഹാർഡ് ടൈമായിരുന്നു. ബിക്കോസ് ഇനിഷ്യലി സ്കൂൾ വർക്ക് ചെയ്തിട്ട് ബിഗ് ഹോസ്പിറ്റൽസ്, ഞാൻ അന്ന് റിഫറൽ ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്ന് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരുന്നു. എന്നുവെച്ചാൽ രാവിലെ ചിലപ്പോൾ നമ്മൾ പോയാൽ രാത്രി അത് ഈ ട്രാഫിക് ഏരിയ ഡൽഹി കൂടെ ഡ്രൈവ് ചെയ്ത് നമ്മളുടെ ക്വാർട്ടേഴ്സിൽ വരുന്നതും ഒക്കെ കഴിഞ്ഞ് എന്തായാലും സർവൈവ്ഡ്. ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഡൽഹി ടെന്യൂർ കഴിയാനായപ്പോഴത്തേക്കും ഞങ്ങളൊരു റിലേറ്റീവ് പോലെ, ഒരു ഫ്രണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോസ്റ്റിംഗ് വരും, ഞങ്ങൾ പോവുക, ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ മെയിൻ ജംഗ്ഷൻ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങൾ 3 പേരും ആ സ്കൂട്ടറിൽ തന്നെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുന്നു, കുഞ്ഞ് നടുക്കിലിരിക്കുക, ഞാൻ ബാക്കിലും. ആ സമയത്ത് ഒരു ടെമ്പോ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ ലൈറ്റ് പോയിന്റ് വന്നപ്പോഴത്തേക്കും, റെഡ് ലൈറ്റ് വന്നപ്പോൾ വി സ്റ്റോപ്പ് ദ വെഹിക്കിൾ. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് എടുത്ത സമയത്ത് ഒരു ടെമ്പോ ജസ്റ്റ് സൈഡിൽ കൂടെ പോയതാ. അതെങ്ങനെയോ നമ്മുടെ വെഹിക്കിൾ ടച്ച് ചെയ്യപ്പോൾ അത് വെഹിക്കിൾ ഇംബാലൻസ് ആയിപ്പോയി. അപ്പം ഹസ്ബൻഡും സണ്ണും ഒരു സൈഡിലും വീണു, ഞാൻ റോഡിലോട്ടും വീണു. ഹെൽമെറ്റ് അന്ന് 3 പേർക്കും ഹെൽമെറ്റ് കമ്പൽസറി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ എന്നാലും ഞാൻ ഏകദം ആ ട്രക്കിൻ്റെ അടിയിലായിപ്പോയി എൻ്റെ ബോഡി. അപ്പം അത് വന്ന് നിന്നത് എൻ്റെ ചെസ്റ്റിലായിരുന്നു, ലെഫ്റ്റ് സൈഡ് ചെസ്റ്റിൽ. അത് ഞാൻ വീണത് എൻ്റെ പെൽവിക് ഏരിയ കുത്തിയിട്ടാണ് റോഡിൽ വീണ്. അത് റോഡല്ലേ, മെയിൻ റോഡായിരുന്നു. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ പെൽവിസ് ബോൺ, ഹിപ്പ് ബോൺ കംപ്ലീറ്റ്ലി ഫ്രാക്ചറായിപ്പോയി. പിന്നെ ഞാൻ തന്നെ, നമുക്ക് അറിയാവുന്നതുകൊണ്ട് അവരെല്ലാവരും കൂടെ എന്നെ വന്ന് നിർപ്പിക്കാനൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു എന്നെ നിർപ്പിക്കല്ലേ, എന്നെ ഷിഫ്റ്റ് ചെയ്ത് ഒരു സൈഡിലോട്ടാക്കാൻ, നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കോൺഷ്യസ് ആയിരുന്നു, പക്ഷേ എനിക്ക് പെയിൻ ആയിരുന്നു. ബിക്കോസ് ഇവർ എന്നെ ഇങ്ങനെ നിർത്താൻ നോക്കിയപ്പം എൻ്റെ ബോൺസ് ഇങ്ങനെ ക്രാക്ക് എന്നുള്ള സൗണ്ട് എനിക്ക് കേൾക്കാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ലിഫ്റ്റ് ചെയ്യരുത്, എന്നെ അവിടെ താഴെ കിടത്തിയേക്കും, ഞാൻ ആ ഗ്രാസ് സൈഡിലോ ഇട്ടേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഡൽഹിയിൽ ഏത് സ്ഥലത്തായിരുന്നത്? ഇത് ഡൽഹിയിൽ സൗത്ത് അവന്യൂ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, എയിംസിൻ്റെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തായിരുന്നു ഇത്. അപ്പോൾ അങ്ങോട്ട് തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടി. പെട്ടെന്ന് ഒരു എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു തോന്നുന്നു, റിട്ടയർഡ് പുള്ളി പോകുന്നു. അവിടെ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസായ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല, എല്ലാവർക്കും പേടിയാണ്. ബിക്കോസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ പോലീസ്. അപ്പോൾ പാവം പുള്ളി അത് കണ്ടിട്ട് വേഗം വണ്ടി നിർത്തിയിട്ട് ഓടി ഞങ്ങൾക്ക് വന്നു. ഇങ്ങനെ ചോദിച്ചു, എന്താണ്, ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവസാനം പുള്ളി എന്നെ ആംബുലൻസിനെ വിളിച്ചു എന്ന് തോന്നുന്നു. അത് കാറിൽ കൊണ്ട്, എനിക്ക് അത്ര പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല. പിന്നെ എന്നെ അവിടെ എയിംസിൽ തന്നെ കൊണ്ടുപോയി. എയിംസ് അവിടെ അടുത്തായിരുന്നു. എയിംസിൽ കൊണ്ടുപോയി. അവിടെ എൻ്റെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിരുന്നു എനിക്ക്. ആക്ച്വലി ഇങ്ങനെ പെൽവിക് ഫ്രാക്ചർ ആയത് കാരണേ പിന്നെ എൻ്റെ ചെസ്റ്റിൽ കൂടെ ഒരു റിബും ഫ്രാക്ചറായി. ആ റിബ് ഫ്രാക്ചർ ആകുമ്പോൾ അത് ലങ്സിലോട്ട് പിയേഴ്സ് ചെയ്യും. അങ്ങനെ അത് ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് എൻ്റെ BP ഒക്കെ വളരെ കുറഞ്ഞു. അവരുടെ സിറ്റുവേഷനോ, ഹസ്ബൻഡിൻ്റെ മകൻ്റെ? അവർക്ക് വലിയ മൈനർ സ്ക്രാച്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആയാൽ എനിക്ക് നമ്മളുടെ ഡ്യൂട്ടി അവരെ നോക്കണം പ്രോപ്പർ. അന്ന് എനിക്ക് ഒത്തിരി ദൈവത്തിനോട് നന്ദി പറയണം. ഞാനാകുമ്പോൾ എന്നെ നോക്കാനായിട്ട് എനിക്ക് നമ്മളെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്റ്റാഫുണ്ട്. പിന്നെ അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. എത്ര കാലം എടുത്തു? ലോങ് ലീവ് പോയോ? എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ മിലിറ്ററി എന്നുള്ളൊരു സപ്പോർട്ട് സർവീസിൽ നിന്ന്? അല്ല, 2.5 മാസം വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് ആക്ച്വലി പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ വീണല്ലേ, എൻ്റെ ബാക്ക് കുത്തി വീണ സമയത്ത് എൻ്റെ ബാക്കിലൊരു വലിയ ഊണ്ടുണ്ടായിരുന്നു. അതാരും ആദ്യം ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത് ആ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് എനിക്ക് ഭയങ്കര ഫീവറായി. അത് കഴിഞ്ഞിട്ട് അവർ ഉടനെ എന്നെ
ഇങ്ങനെ ടേൺ ചെയ്തിട്ട് എൻ്റെ അബ്ഡോമനിൽ എന്നെ കടത്തിയപ്പോഴാണ് ഈ ഊണ്ട് അവർ കാണുന്നത്. ശ്രദ്ധിച്ചത്. അപ്പം അത് കാരണം പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ ശരിയാക്കി. അതിന് കുറച്ച് സമയം എടുത്തു. പിന്നെ ഇവരെന്നാ വെച്ചാൽ നമുക്ക് സിക്ക് ലീവിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിഞ്ഞാൽ അവർ 4 വീക്സോ 3 വീക്സോ 6 വീക്സ് വരെ മാക്സിമം അവർ കേസ് ടു കേസ് തരും. സിക്ക് ലീവ് തരും. അപ്പം നമുക്ക് യു ക്യാൻ ബി ഇൻ ദ ഹൗസ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ കം ടു ദ ഹോസ്പിറ്റൽ ഓർ വെൻ യു ക്യാൻ ഇൻഫോം ദം, അങ്ങനെയൊക്കെ. അങ്ങനെ എനിക്കൊരു 6 വീക്സ് സിക്ക് ലീവ് തന്നു. സിക്ക് ലീവ് തന്നിട്ട് പിന്നെ ഞാൻ തിരികെ പോയപ്പോഴത്തേക്കും ഈ ഊണിന് അവർ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ അത് വലിയൊരു ഡീപ്പ് ഊണ്ടായിപ്പോയി. ബോണൊക്കെ പിന്നെ അത് ഓൾമോസ്റ്റ് ഇതായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഒക്കെ കാരണം പിന്നെ എന്തോ രക്ഷപ്പെട്ടു. നമ്മളെ മിലിറ്ററി ഹോസ്പിറ്റൽ അത് ആരാ സിവിൽ സൈഡിൽ വിത്ത് ഫുൾ പേ ഐ വാസ് ഓൺ ലീവ്. 6 വീക്സ് ലീവും എൻ്റെ റാഷനും എല്ലാം വീട്ടിലോട്ട് വരുമായിരുന്നു അന്ന്. വലിയൊരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ? ഈ എങ്ങനെയാണ് സമയം എൻജോയ് ചെയ്യുന്നത്? എനിക്ക് സിംഗിങ് ഒത്തിരി ഇഷ്ടമാണ്. നല്ല പാട്ട് പാടാനും ഒക്കെ ഇതിട്ടാണ്. മ്യൂസിക് കേൾക്കാനും ഇഷ്ടമാണ്. ഇവിടുത്തെ മ്യൂസിക്കൽ പ്രോഗ്രാം ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ആ കുട്ടികളുടെ അല്ലേ ഞാൻ ഒത്തിരി കേട്ടു. അത് 2-3 FM-ല്. പിന്നെ അല്ലാണ്ട് ഞാൻ എന്നും പ്രോഗ്രാംസ് ഒക്കെ കേൾക്കും. വേറെയും സോങ്സ് ഒക്കെ കേൾക്കും. പിന്നെ നമ്മളെ സർവീസിലിരിക്കുന്ന സമയത്തും ഇങ്ങനെ പ്രോഗ്രാംസിൽ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ സോഷ്യൽ ഗെറ്റ് ടുഗെദർ ഓരോ പ്രോഗ്രാംസൊക്കെ ഇവർ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഞാൻ പാടും. പക്ഷേ ഇപ്പം എൻ്റെ ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയെങ്കിലും ആ ലൈക്ക് നമ്മളെ ബേസിക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമുക്കുണ്ടല്ലോ എപ്പോഴും. മിലിറ്ററി ഗെറ്റ് ടുഗെദറിലൊക്കെ പാടുമായിരുന്നു ഞാൻ. ഇപ്പം ഞങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടാനായിട്ട് ഓർമ്മയുണ്ടോ? ഇംഗ്ലീഷ് സോങ് കുറച്ച് പാടിയാൽ മതിയോ? മതി. Such a feelings coming in my way, and there is wonder in it, everything I see. Not a sun in the not a cloud in the sky, got the sun in my eyes, and I won't be surprised if it's a dream. Everything I want the world to be is now coming true, especially for me. Is the love that I found ever since you've been around. Your love put me on the top of the world. I'm on the top of the world looking down on creation, and the only explanation I can find is the love that I found ever since you've been around. Your love put me on the top of the world. Excellent. നല്ല രസമുണ്ടായിരുന്നു. സിംഗിങ് ഒരു വലിയ പാഷനാണ് എനിക്ക്. ഒരു വീക്ക്നെസ്. ഒരു പാട്ടുകൂടെ പാടാൻ പറ്റുമോ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചോദിക്കുവാണ്. ഇഫ് ഐ എം നോട്ട് റിക്വസ്റ്റിംഗ് ടു മച്ച്. ലിറിക്സ് ഇനി തെറ്റുപറ്റി ക്ഷമിക്കണം കേട്ടോ. അത് കുഴപ്പമില്ല. Sunday morning up in the walk, I think I'll take a walk in the park. Hey, 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 it's a beautiful day. Hi, 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 beautiful Sunday. This is my beautiful day. When you say that you love me, hi, beautiful day. Wonderful. Excellent. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 30 വർഷക്കാലം ഔദ്യോഗിക ജീവിതം വളരെ സക്സസ്ഫുള്ളായിട്ടും പീസ്ഫുള്ളായിട്ടും ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, പൂർത്തീകരിക്കാൻ സാധിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ജീവിതത്തെക്കുറിച്ചൊരു അപ്രോച്ച് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ എങ്ങനെയാണ്
പ്രസന്നയിൽ നിന്നും എന്താണ് ഞങ്ങൾക്ക് കിട്ടാൻ ഒരു അഡ്വൈസ്? വളരെ അഭിമാനം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ സർവീസ് ചെയ്തു, ആ ബ്ലഡിൻ്റെ ഇതുകൊണ്ടുള്ള എനിക്ക് കറേജ് അന്ന് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ സർവീസ് ചെയ്യാൻ പറ്റി. അപ്പം ഇന്ന് ഞങ്ങൾക്ക് അന്ന് വലിയ റെമ്യൂണറേഷൻ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും വേറെ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് യു കനോട്ട് കമ്പയർ. അത്ര പേ സ്കെയിലാണ് ഇന്ന് നമ്മളുടെ ഈവൺ എ ലെഫ്റ്റനൻറ്റ് ഇൻ ദ സർവീസ് ഗെറ്റ്സ്. അപ്പം ഞാൻ പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഡിഗ്നിഫൈഡ്, നല്ലൊരു ഡിഗ്നിഫൈഡ് സർവീസാണ്. ഗേൾസ് ഷുഡ് കം ഫോർവേഡ് ഫോർ ദിസ്. ആൻഡ് ഒരു +2 അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ബേസിക് സയൻസും നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമ്മൾ വേറെ ഒത്തിരി പീപ്പിളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇംഗ്ലീഷും ഇത്തിരി ജനറൽ നോളജും നമ്മളെ ബേസിക് സയൻസ് സബ്ജക്ട്സും ഒക്കെ പഠിച്ചാൽ ഓൾ ഗേൾസ് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ ഇതിനെയും കാട്ടി സുഖമായിട്ടുള്ളൊരു ജോബ് കിട്ടുകയില്ല. ആൻഡ് നോട്ട് ഓൺലി എ വെരി ഡിഗ്നിഫൈഡ് ആൻഡ് സെക്യൂർഡ് ജോബ്. ഇപ്പം സെക്യൂർഡെന്ന് വെച്ചാൽ എല്ലാ ജോബിലും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. എവറി ഗേൾ ഈസ് ഫേസിങ്. അതില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്നിട്ടും ഐ ഫീൽ ദിസ് ഇസ് എ വെരി സെക്യൂർഡ് ആൻഡ് കംഫർട്ടബിൾ ജോബ്. ആൻഡ് പീപ്പിൾ ആർ വെരി കെയറിങ് ആൻഡ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അവർ എന്ത് ഇതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഐ ഹാഡ് എ വെരി നല്ലൊരു ടൈമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ മോനും എപ്പോഴും പറയും, അമ്മ ആമിയിൽ വളരെ എൻ്റെ കൂടെയല്ലേ വരുന്നത് എപ്പോഴും. ഓക്കെ, ഞങ്ങൾക്കറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ കുറച്ച് നമ്മൾ സർവീസ് കാരണം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ ഇങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പോകണം, ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. ഫ്രണ്ട്സ്, ആ നെറ്റ്വർക്ക് ഇപ്പോഴും നിങ്ങളൊരു സോഷ്യൽ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും അവർ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് അവരുമായിട്ടെല്ലാം ഇപ്പോഴും നെറ്റ്വർക്ക് സൂക്ഷിക്കുന്നത്? അവർ എപ്പോഴും കറസ്പോണ്ട് ചെയ്യും. എന്നിട്ട് അവർ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വരുന്ന ടൈമിൽ വരുന്നുണ്ട്, അപ്പം ഗെറ്റ് റെഡി, വിൽ ഗോ സംവെയർ. ഒന്നുമില്ലെങ്കിൽ അവർ വരും, ഇങ്ങനെ വരും, ചുമ്മാ ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് ഫണ്ണാക്കി നടന്ന് എവിടെയെങ്കിലും പോയി ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെയുള്ളൊരു ഫൺ ലൈഫാണ്. ഇപ്പം എല്ലാവർക്കും ഏജൊക്കെ ആയി തുടങ്ങി കമ്പയർഡ് ടു ആ സ്റ്റേറ്റ്. പലരും പല സ്ഥലങ്ങളിലാണോ? പല സ്ഥലങ്ങളിൽ. എല്ലാം മെജോറിറ്റി ഞങ്ങൾ 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നതിൽ അതിൽ വി ആർ ഓൺലി 4 of us ഇൻ ഇന്ത്യ. എല്ലാവരും ഔട്ട്സൈഡ്, ഓൾ ആർ ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ USA. അപ്പോൾ അവരൊക്കെ നാട്ടിൽ വരുമ്പോൾ എല്ലാവരും വരും. വിൽ മീറ്റ്, വി ഫിക്സ് എ പോയിന്റ്. അപ്പോൾ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് പോയിന്റിൽ വി മീറ്റ്, ഗോ ഇൻ ദ മോർണിംഗ്, ഹാവ് ഫുഡ്, ഫൺ, ഗോ ടു ദ ബീച്ച്. അടിപൊളിയാ. എന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരികെ പോരും. അപ്പോൾ സർവീസിലിരുന്നപ്പോഴത്തെ കഥകളും അതൊക്കെ പറഞ്ഞ് ഇത്രയധികം വർക്ക് എക്സ്പീരിയൻസും ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ചിട്ടുള്ള അറിവും എക്സ്പെർട്ടീസും ഒക്കെയുള്ള ഒരാൾ ഇവിടെ ന്യൂസിലൻഡിൽ വരുന്നു, ഓക്ലൻഡിൽ മകനോടൊപ്പം താമസിക്കുന്നു. ഇവിടെ ഒരു പക്ഷേ പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ വർക്ക് ഫോഴ്സിൽ ഒരു ഏജ് ഒരു ലിമിറ്റല്ല. അപ്പം ഇത്രയും നോളജബിളായിട്ടുള്ള റിസോഴ്സ്ഫുള്ളായിട്ടൊരാളെ ഇവിടെ ഇവർ റിസീവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിലോട്ട് കയറാൻ താല്പര്യം ഉണ്ടാവുമോ പ്രസന്നയ്ക്ക്? എനിക്ക് വർക്ക് ഫോഴ്സിൽ കയറാൻ താല്പര്യമുണ്ട്, പക്ഷെ മൈ ഹെൽത്ത് ഡസൻറ്റ് പെർമിറ്റ് ഇറ്റ്. പിന്നെ ഞാൻ റിട്ടയറായി 2009 കഴിഞ്ഞപ്പോൾ ഞാൻ ആക്സിഡൻ്റ് ആക്കി കഴിഞ്ഞിട്ട് എനിക്കൊരു ലിംബിൻ്റെ ഒരു ഷോർട്ടനിങ് ഉണ്ട്. അപ്പം എൻ്റെ മൂവ്മെൻറ്റ് എല്ലാം റിസ്ട്രിക്റ്റഡ് ആണ്. എനിക്ക് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒന്നും പറ്റുകയില്ല. അപ്പം അത് കഴിഞ്ഞപ്പോൾ മോൻ എന്നോട് അന്നേ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇനി യു ഡോണ്ട് ജംപ് ഫോർ എനിത്തിങ്, ഡോണ്ട് ഗോ എനിവെയർ, ടേക്ക് റെസ്റ്റ് അറ്റ് ഹോം, യു ഹാവ് ഡൺ സഫിഷ്യൻറ്റ് ചെയ്തു അമ്മ, അത് ധാരാളം മതി. യു ആർ ഗെറ്റിംഗ് യുവർ പെൻഷൻ, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ യു ലിവ്, ദർ ഇസ് നോ, യു എൻജോയ്. അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് മോഡിലാണ് ഇപ്പോൾ സർവീസ് ചെയ്യാൻ മൂടില്ല. പക്ഷെ ഐ ഡോണ്ട് മൈൻഡ് കെയറിങ് ഫോർ എനിബഡി, ഡൂയിങ് സംതിങ് ഫോർ. ഞാൻ പോയി എന്തെങ്കിലും ചെയ്യണം, ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒത്തിരി മനസ്സുണ്ട് എനിക്ക്. പോകണം, ഔട്ട് ഓഫ് ദ വേ പോയി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എനിക്ക്.
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഫിസിക്കലി ഹെൽപ്പ് മാത്രമല്ല, ഇപ്പം ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഈ ഒരു എക്സ്പെർട്ടീസ് വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് തന്നെ എന്തെങ്കിലും സംശയങ്ങളെന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഒരു ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പക്ഷേ പ്രസന്നയ്ക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയേക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഞാൻ ഇതാണെന്ന് അറിയുമ്പം അവർ എപ്പോഴും ചോദിക്കും, ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചോട്ടെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ. അപ്പം ഞാൻ ചോദിച്ചോളൂ, അതിനിപ്പോൾ ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ശ്രോതാക്കൾക്കും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാൻ സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും സന്തോഷമാണ്. അപ്പോൾ മുന്നോട്ട് ഇനി എന്തെങ്കിലും യാത്രകൾ ചെയ്യാനായിട്ട് പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പോകണം, തീർച്ചയായിട്ടും പോകണം. ഇങ്ങനെ എനിക്ക് അറൗണ്ട് ദ വേൾഡൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആദ്യം. പിന്നെ അറൗണ്ട് ദ വേൾഡ് പോകുമ്പോൾ ആദ്യം നമ്മളെ ഇന്ത്യ തന്നെ കണ്ടിട്ടില്ല. ഇന്ത്യ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പോകാനായിട്ട്. ഒന്ന് ഇന്ത്യയൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് ഒന്ന് വെളിയിലോട്ട് മെല്ലെ കിടക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ USA ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട്, യു കം ഹിയർ സ്പെൻഡ് ഒരു 10 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇനി വന്നാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയും, എപ്പോഴും പറയും വന്നാൽ മതി, നമുക്ക് ജോളി അടിച്ച് നടക്കണം കുറച്ച് ദിവസം ഇവിടെ. വളരെയധികം സന്തോഷം. 1977 മിലിറ്ററി സർവീസിലോട്ട് പോകാനുള്ള വെറും 20 വയസ്സ് പ്രായമുള്ളപ്പോൾ പോകാനുള്ള ധൈര്യം കാണിക്കുകയും വളരെ വിജയകരമായി 30 വർഷം പൂർത്തിയാക്കുകയും ചെയ്ത് ഇന്നിപ്പോൾ മകനെ കാണാൻ ഓക്ലൻഡിൽ വരുമ്പോൾ മലയാളം FM ശ്രോതാക്കളോട് ഇത്രയും വിശദമായി ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് പറയുകയും ചെയ്തതിനും മുന്നോട്ട് ഓൾ വേൾഡും ഓൾ ഇന്ത്യയും ഒക്കെ കാണാനുള്ള ഭാഗ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലയാളം FM ഭാഗത്തു നിന്നും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പം നിങ്ങൾക്കൊന്ന് വർത്താനം പറയാനും നിങ്ങളെയൊക്കെ കാണാനും നിങ്ങൾ വഴി ഐ എം റീച്ചിങ് ഔട്ട് ടു people. Thank you so much.